ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഷ്ഠിച്ച പരിശുദ്ധ നോമ്പിൽ കൂടി നമ്മൾ കടന്നു പോകുന്നു. നോമ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. നോമ്പിൻ്റെ മധ്യത്തിൽ ജയകരമായ സ്ലീബ ദൈവാലയത്തിൻ്റെ മധ്യത്തിൽ ഉയർത്തിയിരിക്കുകയാണ്. നമ്മൾ സെമിനാരി പഠിക്കുന്ന സമയത്ത്, വൈദികരായി ഞങ്ങൾ സെമിനാരി പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ആദ്യത്തെ ക്ലാസ്സുകളിൽ ഒന്നുള്ളതാണ് ഈ ലോകം എന്ന് പറയുന്നത് നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമാണ്. സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടമാണ്. വെളിച്ചവും ഇരുളും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. ദൈവികവും പൈശാചികവുമായ ഒരു പോരാട്ടമാണ്. ഈ ലോകത്തിൽ ഈ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ പരിശുദ്ധ നോമ്പ് നോക്കുമ്പോഴും ഒരു പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ നമ്മൾ സാത്താനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ പരിശുദ്ധ നോമ്പ് നോക്കുകയാണ്. പരിശുദ്ധ നോമ്പിൽ 1 വർജനമുണ്ട്, 2 ദൈവത്തോട് കൂടെ ഇരിക്കുന്ന അനുഭവമുണ്ട്. വർജനത്തിന് വേണ്ടിയാണ് നമ്മൾ ചില ഭക്ഷണപാനീയങ്ങൾ നമുക്ക് വേണ്ടുന്നത് വേണ്ട എന്ന് നമ്മൾ വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവത്തോട് കൂടി ഇരിപ്പാൻ തകർക്കണം. നമ്മൾ യാമപ്രാർത്ഥനകൾ തെറ്റാതെ എല്ലാം നടത്തുന്നുണ്ട്. സഭയുടെ പാരമ്പര്യം അനുസരിച്ച് ഒരു യാമപ്രാർത്ഥന ഒരു കൗമയിൽ ആരംഭിക്കുന്നു, തീരുമ്പോൾ ഒരു കൗമയിൽ അവസാനിക്കുന്നു. അങ്ങനെ 7 യാമപ്രാർത്ഥനകളുണ്ട്. ഈ 7 യാമപ്രാർത്ഥനകളും ഈ കൗമകൾ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പൂർത്തീകരിച്ചിട്ട് അവസാനമായിട്ട് വിശ്വാസ പ്രമാണത്തോടു കൂടി ഇത് പൂർത്തീകരിക്കപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് ജയമാണ്. ഈ പോരാട്ടം നമുക്ക് ജയമാണ്. സാത്താനെ തോൽപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോടു കൂടി ആയിരിക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജയമാണ്, നമ്മുടെ തോൽവിയല്ല. അതുകൊണ്ട് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആ വിജയം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് സാധ്യമല്ല. അതിന് ദൈവത്തിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഉച്ച സമയത്ത് 40 പ്രാവശ്യം കുരിശു വരച്ച് കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനകത്ത് മെയിൻ ആശയം എന്ന് പറയുന്നത് കർത്താവെ കരുണ ചെയ്യണമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഈ ആശയം തന്നെ കുറേലായുസവും തുടങ്ങിയുള്ളതായ 4 പദങ്ങളിൽ കൂടി 4 പ്രാവശ്യം 4 വാചകങ്ങളിൽ കൂടി നമ്മൾ ആവശ്യത്തിന് ഉച്ചരിച്ചുകൊണ്ട് കർത്താവിന് കൃപ പ്രാപിക്കുകയാണ്. ആ കൃപ നമുക്ക് ലഭിക്കുന്നുണ്ട്, നമുക്ക് സംശയമൊന്നും വേണ്ട. പ്രാർത്ഥനയിൽ കൂടി ദൈവികമായ നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ നന്മകളും അനുഗ്രഹങ്ങളും നമ്മൾ കൂടുതലായി വർദ്ധിപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ നല്ല സ്നേഹിതന്മാരായി രൂപാന്തരപ്പെടണം. അപ്പോൾ സ്വർഗം സന്തോഷിക്കും. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു സൗരഭ്യവാസനയായി തീരും. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മാക്സിമം 80 വർഷമാണ്. സങ്കീർത്തനക്കാരൻ 90-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് അതാണല്ലോ, മനുഷ്യൻ്റെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80. അപ്പോൾ 80 കഴിഞ്ഞ് ജീവിക്കുന്നവരുണ്ട്. പക്ഷേ 80 കഴിഞ്ഞ് ജീവിക്കുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം എന്തുമാത്രം പ്രയാസങ്ങളുടെ അവർ പറയുന്നത്. 60 കഴിയുമ്പോഴേ നമുക്കതിൻ്റെ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ പരിമിതമായ ആയുഷ്കാലത്തിൽ നമ്മൾ വിജയികളായി തീരുന്ന നിത്യതയിൽ ദൈവത്തോടു കൂടി വസിക്കണം. അതിന് ദൈവം ആഗ്രഹിക്കുന്നു. അതിന് നിത്യതയിൽ നമ്മളെ സൃഷ്ടിച്ച ഏതിൻ്റെ പരദീസയിലാക്കി. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചിട്ട് പാപത്തിൽ വീണുപോയി. അതുകൊണ്ട് നമ്മളെ വീണ്ടും ദൈവസന്നിധിയിലേക്ക് ചേർപ്പാൻ ദൈവം തിരുവുള്ളമായതുകൊണ്ട് നമ്മുടെ അടുക്കിലേക്ക് വന്നിട്ട് നമ്മളെ പഠിപ്പിച്ചു. താൻ തന്നെ ഉപവസിച്ച് നമ്മളെ പഠിപ്പിച്ചു. ഇനി നമ്മുടെ ചുമതല ഉപവാസത്തിൽ കൂടി പ്രാർത്ഥനയിൽ കൂടി ദൈവികമായ ബന്ധം നിലനിർത്തുക എന്നുള്ളതാണ്. അങ്ങനെ ദൈവികമായ ബന്ധം നമ്മൾ നിലനിർത്തുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ ദൈവത്തിൻ്റെ നല്ല സ്നേഹിതൻ വരെ തീരുവാനും നമുക്ക് അവിടെ ഒരു കിരീടം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇടത്ത് ഭാഗവും വലത്ത് ഭാഗവും തമ്മിൽ വേർതിരിയും. അത് വലത്ത് ഭാഗത്തുള്ളവരോട് പറയും, ലോകാരംഭം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നതായ സൗഭാഗ്യമെന്ന് അനുഭവിച്ചുകൊള്ളുമെന്ന്. അത് കേൾപ്പാനായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ആയിത്തീരണം. അതിനുവേണ്ടി പരിശുദ്ധ നോമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ അതിനെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ അതിനെ ശക്തീകരിക്കണമേ. ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങളെ കൊണ്ടൊന്നും സാധിക്കില്ല. അവിടുത്തെ കൃപ ഞങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ ദൈവികമായ കൃപ പ്രാപിപ്പാൻ തക്കവിധം ദൈവത്തോട് മുട്ടിപ്പോയി പ്രാർത്ഥിക്കണം. ഈ ലോകത്ത് നമുക്കറിയാമല്ലോ, കർത്താവിൻ്റെ സ്ലീഹന്മാർ പോലും വീണുപോയിട്ടുണ്ട്. പത്രോസ് ശ്ലീഹ വീണുപോയി, മറ്റൊരൊക്കെ വീണുപോയി. 12 സ്ത്രീന്മാരും കർത്താവിനെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. നമ്മളും
ഓടിപ്പോകാം, പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് കണ്ണുനീരോടുകൂടി ദൈവമേ ക്ഷമിക്കണമേ, ഞാൻ നിൻ്റെ വകയാകുന്നെന്ന് പറയുമ്പോൾ തമ്പുരാൻ നമ്മളോട് പറയും, മകനെ മകളെ വിഷമിക്കേണ്ട. ആ സന്തോഷകരമായ വാക്ക് ദൈവത്തിൽ നിന്ന് കേൾപ്പാൻ നമുക്ക് ഇടയായി തീരണം. കർത്താവിൻ്റെ മകനയുമായ ഉയർപ്പ് പെരുന്നാൾ അത് നിത്യതയുടെ പെരുന്നാളാണ്, എന്നേക്കുമുള്ള പെരുന്നാളാണ്, നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ പെരുന്നാളാണ്. ആ പെരുന്നാളിൽ സന്തോഷിച്ച് ആനന്ദിപ്പാൻ ദൈവം തമ്പുരാൻ നമ്മുടെ എല്ലാവരും സഹായിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും ദൈവികമായ കൃപകളും അനുഗ്രഹങ്ങളും തമ്പുരാൻ സമൃദ്ധിയായി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ ചുരുക്കുന്നു.